കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ വെറൈറ്റി കരച്ചിലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇത് സ്കൂൾ ആങ്സൈറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒരാഴ്ച 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം വരെയൊക്കെ ഈ രീതിയിലുള്ള കരച്ചിലുകളൊക്കെ സ്വാഭാവികമാണ്. അവർ അവരുടെ പാരൻസിൻ്റെ അടുത്തു നിന്നൊക്കെ വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പുതിയ അന്തരീക്ഷത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയി അക്കോമഡേറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഈ ഒരു ഉത്കണ്ഠയും കരച്ചിലും ഒക്കെ 15 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 1 മന്തിൽ കൂടുതൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കൂൾ ആങ്സൈറ്റി ആണോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതായത് സ്കൂളിലേക്ക് പോകാനായിട്ട് കുട്ടിക്ക് അകാരണമായ ഭയം അല്ലെങ്കിൽ കരച്ചിൽ, രാവിലെ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമാണെന്ന് പറയുക, തലവേദന, വയറുവേദന, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്കൂൾ ആങ്സൈറ്റി ആവാം. സ്കൂൾ ആങ്സൈറ്റി എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ട് സ്കൂളിലേക്ക് പോകാൻ ആ കുട്ടിക്കുള്ള ഒരു ഭയമാണ് സ്കൂൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പം പുതിയ അന്തരീക്ഷം, സ്കൂൾ അന്തരീക്ഷമാകാം, ചിലപ്പം ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അതും അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് ഭയമോ ഉത്കണ്ഠയോ ആകാംക്ഷയോ ഒക്കെ സ്കൂൾ ആങ്സൈറ്റിക്ക് കാരണമാകാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, ആസ് എ പാരൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്കൂളിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ കുട്ടിയോട് എപ്പോഴും സംസാരിക്കുക. പിന്നെ ടീച്ചേഴ്സുമായിട്ടൊരു നല്ല റാപ്പോ വയ്ക്കുക. ടീച്ചേഴ്സിനോട് എപ്പോഴും കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ 15-30 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇടയ്ക്ക് ഒരു റിലാക്സേഷനൊക്കെ കൊടുക്കാനായിട്ട് ടീച്ചേഴ്സിനോട് പോസിബിൾ ആണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുക. അതേപോലെ സ്കൂൾ അന്തരീക്ഷവും വീട്ടിലെ അന്തരീക്ഷവും കുട്ടിക്ക് സ്കൂളുമായിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയും അതുപോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. 1-ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പോകുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ടെൻഷൻസും കരച്ചിലും ഒക്കെ വളരെ സ്വാഭാവികമാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുറേ നാളുകളിലേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഒരു മാസത്തിലധികവും നീണ്ടു നിൽക്കുകയാണെങ്കിലാണ് അത് നമ്മളൊരു സ്കൂൾ ആങ്സൈറ്റി ആണോ എന്ന് പരിശോധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളിൽ പോകാൻ ഒരു കുട്ടി ഒരു വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ പോകാനുള്ള മടിയായിട്ട് മാത്രം കരുതാതെ കുട്ടിക്ക് ശരിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഒരു വിദഗ്ധ സഹായം തേടുകയും കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം.